why don't girls have all the fun? Sorry. അത് why don't boys have all the fun? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ശരിക്കും ഒരു സെക്കൻഡ് ഇപ്പോഴൊന്നുമില്ലേക്കോട്ടെ, ഞാൻ എവിടേക്കോ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് എന്നെ കിട്ടണമെങ്കിൽ ഞാൻ ഒരു സാധനം 2-3 തലാണി എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് കയറിയാണ് ഇരിക്കുന്നത്. അതെൻ്റെ അവസ്ഥ. ഓക്കെ, നമ്മൾ വിഷയത്തിലൊക്കെ സോറി ഗൈസ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എൻ്റെ കാര്യങ്ങൾ സ്കിന്നിനെ പറ്റി. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്കിന്നിനെ പറ്റി പ്രത്യേകിച്ച് അറിയില്ല, പക്ഷെ ഞാൻ സ്കിൻ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോസ് കുറച്ച് ലാഗ് ആയതുകൊണ്ടും ഇച്ചിരി ലെങ്ത് ഉള്ളത് കൊണ്ടും എനിക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല. ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം വന്നത് 10-20 മിനിറ്റ് ഉണ്ട്. ഞാൻ മാക്സിമം ചെറുക്കാൻ നോക്കി, പക്ഷെ പറ്റില്ല. കാരണം ഞാൻ വീഡിയോസിൻ്റെ കൂടെ വീഡിയോസ് എടുത്തത് പോരാഞ്ഞിട്ട് ഞാൻ എന്നോട് വോയിസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വോയിസ് ഫുള്ളി എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അതിന് വേണ്ടി ആക്കിയതാണ്. പക്ഷേ അതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചാൽ സ്വയം തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം മിക്ക ഇൻഫ്ലുവൻസേഴ്സും ആക്ട്രസും അവിടെ പോയി ഇതാക്കുന്നതാണ്. നമുക്ക് പറ്റിയതല്ല ഗൈസ്. ഞാൻ സത്യസത്യമായിട്ട് പറയാമല്ലോ, ഞാൻ ഈ കാണുന്ന ഒരു ലുക്ക് ഉള്ളെങ്കിൽ 10 പൈസക്ക് എല്ലാത്തിനും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ട് ഉണ്ട്, പക്ഷെ അത്രയും ചിലവാക്കാനുള്ള ഫണ്ടൊന്നും നമ്മുടെ ഇല്ല. സോ ഇതാണ് ഗ്ലോയിങ്. എനിക്ക് അവരുടെ സർവീസും കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയാണ് കസ്റ്റമേഴ്സിനെ അവർ ഡീൽ ചെയ്യുന്ന എടുക്കുന്നതൊക്കെ. പക്ഷേ പൈസയുടെ കാര്യം വെച്ചിട്ട് നല്ല ഇത് വരുന്നുണ്ട്. സോ എനിക്കത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ മെയിനായിട്ടൊരു ഇതാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം പക്കയാട്ടോ. എന്ന് വെച്ചാൽ അവർ ക്ലിയർ കട്ടായിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു. എനിക്ക് എൻ്റെ ഒരു സ്കിന്നിൻ്റെ റുട്ടീൻ വെച്ചിട്ട് എനിക്ക് ഒരു റുട്ടീനില്ല. എനിക്ക് കറക്റ്റായിട്ടൊരു റുട്ടീനില്ല. ഞാൻ ഇപ്പം ഈ കുറച്ച് ദിവസം കൊണ്ട് മാത്രം ഞാൻ എൻ്റെ സ്കിന്ന് നോക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ സ്കിന്ന് നോക്കത്തേ ഇല്ലായിരുന്നു. സത്യം പറയല്ലോ, ഞാൻ എൻ്റെ സ്കിന്ന് നോക്കത്തേ ഇല്ലായിരുന്നു. അപ്പം എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും A to Z എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി പറഞ്ഞോളെ. എന്നെ ശരിക്കും സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ള പലവർക്കും അറിയാം, അവർക്ക് ഒരു സാധനം മുഖത്തിട്ടാൽ പിടിക്കത്തില്ല. എനിക്കാണെങ്കിൽ ഒരു സാധനം, ഏതെങ്കിലും ഒരു സാധനം ഇട്ടാൽ അപ്പം മുഖത്ത് കുരുകുരാന്ന് അതിൻ്റെ മനുഷ്യന് ദേഷ്യം വരും. കാരണം ഓരോരുത്തർ യൂസ് ചെയ്യുന്ന സെറം, ക്രീം എല്ലാം, സൺസ്ക്രീൻ വരെ ഞാൻ എന്താ പറയുക, ഇപ്പം ഡെർമാഡോക്കിൻ്റെ ഇച്ചിരി ഫേമസ് സൺസ്ക്രീൻ അത്. പക്ഷെ സെൻസിറ്റീവ് സ്കിന്നർ ചിലവർക്ക് പിടിക്കാറിയാം, പക്ഷെ ചിലവർക്ക് എനിക്ക് പിടിക്കത്തില്ല. സത്യം പറയാലോ, എൻ്റെ മുഖത്ത് അപ്പം തന്നെ കുരുകുരാൻ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. എനിക്ക് സങ്കടമാണ് ചില കാര്യത്തിന്. ചിലവരുടെ എന്താ പറയുക, സ്കിന്നൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ കുശുമ്പ് തോന്നും. കാരണം അവർക്ക് ഈ ഒരു പ്രശ്നമേ ഇല്ല, പക്ഷെ എനിക്ക് ആ പ്രശ്നം എന്തുകൊണ്ട് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. വല്ലയിടത്തും പോവുകയാണെങ്കിൽ മേക്കപ്പ് ഇടാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും വിചാരം ഞാൻ എന്ത് പുട്ടിയിട്ടോണ്ട് ഇറങ്ങി വരുന്നത്. പക്ഷെ പുട്ടി പോയിട്ട് ഒരു തേങ്ങ എൻ്റെ മുഖത്തിടാൻ പറ്റത്തില്ല ഗൈസ്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം, ഞാൻ ആകെപ്പാട് എന്നെ കളിയാക്കിയത് കമൻറ്റ് സെക്ഷനിൽ ആദ്യമായിട്ട് ഒന്നും കളിയാക്കിയത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു ലോഷൻ ഇത് മോയ്സ്ചറൈസറാണ്, ബേബി ലോഷൻ. ഈ കുന്ത്രാണ്ടം ഇട്ടിട്ട് പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സ്കിന്നിൽ കൊണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ അവരെനിക്ക് എഴുതി തന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഒരു സൺസ്ക്രീൻ ഉണ്ട്, നമ്മുടെ ഫോട്ടോ സ്റ്റേബിൾ എന്ന് പറഞ്ഞ. എല്ലാ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും മിക്കവർക്കും എഴുതി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫേസിനും നല്ല പ്രൊട്ടക്ഷനാണ്. പക്ഷെ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ചിലപ്പം എൻ്റെ മുഖം കറക്കാറുണ്ട്. പക്ഷെ അതേപോലെ ഞാൻ വീട്ടിൽ പോകുന്ന മുഖം കഴിയുമ്പോൾ ആ ഗ്ലോ ഇന്നും കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഡൗട്ട് അതല്ല, മിക്ക സെലിബ്രിറ്റീസുകളും വന്ന് അവർ സൺസ്ക്രീൻ ഇടുമ്പോൾ അവരുടെ ഫേസിൽ എന്തൊരു ഗ്ലോ ആണെന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ എൻ്റെ മുഖത്തേക്ക് വരാത്തത് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ അത് മാത്രമല്ല, ഈ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ ഇപ്പം ചെന്നാണ്ട് ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നല്ലതാണ്, നല്ല സൺസ്ക്രീനാണ്, അവർക്ക് ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ എല്ലാം കൂടെ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ പിടിക്കാതെയാണോന്നും എനിക്കറിയില്ല. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഫേസിലധികം കുരുക്കളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കുറച്ച് പ്രൊഡക്ട്സ് അല്ല, ഒരു പ്രൊഡക്റ്റ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം, സെൻസിറ്റീവ് സ്കിന്നുകാരനോട് പ്രത്യേകിച്ച്. എവിടെയും എല്ലാം എടുത്തു വെച്ചേക്കുന്നതാണ് സെബോജൻ. ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് സംഭവം. പ്രൊഡക്റ്റ് കിണ്ണ സാധനം എനിക്ക് 99% ഞാൻ എല്ലാവർക്കും ഞാൻ പ്രിസ്ക്രൈബ്, ബാക്കി 1%. കാരണം പിടിക്കുന്നവർക്ക് ഉണ്ടാവും, പിടിക്കാത്തവരുണ്ടാവും. സോ അത് വെച്ചിട്ട് ഞാൻ പറയാം, ഇത് നല്ല അടിപൊളി സാധനമാണ്.
ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ പിമ്പിൾസ് ശരിക്കും കുറയ്ക്കും. എനിക്ക് നല്ല രീതിയിൽ ചെറുതായിട്ട് കുരുക്കളുണ്ടായിരുന്ന പോലത്ത് കുറച്ച് ദിവസം ഇത് തീർന്നുകൊണ്ട് സംഭവം ഇങ്ങനെ വീർത്തിരിക്കുന്നതിൻ്റെ അകത്തൊന്നും ഇല്ല, തീർന്നു. ഞാൻ കാരണം അത് ഫുള്ള് 30 ഗ്രാമാണ്, പക്ഷെ 250 റുപ്പീസാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്ത് ഇനി മേടിക്കണം, തീർന്നുപോയി, ഇനി മേടിക്കണം. മേടിച്ചിട്ട് ഞാൻ എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. പിന്നെ നമ്മളെന്താണ്, സോറി ഞാൻ പോയ ആ വഴിക്കൊക്കെ പോയി, ഞാൻ തിരിച്ചു തരാം. നമ്മുടെ സ്കിന്നിൽ പോയപ്പോൾ അപ്പം പുള്ളിക്കാരി നല്ല പക്കയായിരുന്നു, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മാസ്ക് ഒക്കെ വെച്ചതാണ് പുറത്ത് പോകുന്നത്, എല്ലാം എടുക്കുന്നത് വരെ ഞാൻ ഇപ്പം മാസ്ക് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കുറച്ച് ചേഞ്ചസ് എനിക്ക് അറിയാനുണ്ട് എൻ്റെ മുഖത്ത്. സോ ഐ എം ഹാപ്പി ടു ഫോർ ദാറ്റ്. പിന്നെ കുറച്ച് ഞാൻ മാറ്റങ്ങൾ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഹോം റെമഡീസ് മാക്സിമം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഹോം റെമഡീസ് പക്ഷെ ഞാൻ കൂടുതലും കണ്ട സ്ഥിതിക്ക് കുറേ പേര് ഹോം റെമഡീസ് യൂസ് ചെയ്യുന്നവരാ, കുറേ പേര് ഹോം റെമഡീസ് മാത്രം ഇതാക്കി ഗ്ലോ ആക്കുന്നവരുണ്ട്. പക്ഷെ അതെന്താ എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്കാരി ഹോം റെമഡീസ് ഒഴിവാക്കണം, കാരണം നമ്മുടെ ഫേസ് അത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ മുഖത്തൊരു ഇതുണ്ടാവും, ഒരു സെല്ലുണ്ട്, അത് നമ്മൾ പ്രൊട്ടക്റ്റ് ഹോം റെമഡീസ് ചെല്ലുമ്പോഴേക്കും അതങ്ങ് പോവും എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷെ ഞാൻ അതിനോട് എന്താ പറയുക, എനിക്കറിയില്ല, ഡോക്ടേഴ്സ് ആണല്ലോ, അവർക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ കൂടുതലും ഹോം റെമഡീസ് ആണ് ചെയ്യുന്നത്. പിന്നെ വേറെന്താ പറയുക, എല്ലാ കാര്യം ഡീറ്റെയിലായിട്ട് ഹെയറിൻ്റെ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ട് ഹെയറിൽ, അപ്പോൾ അതും എല്ലാം നോക്കി പറഞ്ഞു തന്നു. അതിൻ്റെ കൂടെ തന്നെ ഡാൻഡ്രഫിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഷാമ്പു ആണെന്ന് പറഞ്ഞു, ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞു എന്നോട്. കെറ്റോകോണോസൽ സോൾ ഷാമ്പു BP 2% ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഞാനിതെന്തായാലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ പാടം ഒരു ഉള്ളൂ ഗൈസ്, 300 സംതിങ് ആണ് അതിൻ്റെ വില വരുന്നത്. ഇത്രയേ ഉള്ളൂ സാധനം വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതാണ്, വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയുടെ ലോഷൻ വരുന്നത്. ലോഷൻ നല്ല ലോഷനാണ്, നമ്മുടെ ചർമ്മം നല്ല ഇതാക്കി. ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിവ്യയുടെ നല്ലതാണ്. അപ്പം സ്കിന്നിൽ പോയാൽ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ എനിക്ക് തോന്നുന്നു ഓഫേഴ്സ് വന്നെങ്കിലും ചുരുക്കം കുറച്ച് കടകളിൽ മാത്രമേ ഓഫേഴ്സ് വന്നിട്ടില്ലായിരുന്നുള്ളൂ. എനിക്ക് ശരിക്കും വിഷമമായിരുന്നില്ല. ബോയ്സിന് മിക്ക ജീൻസുകളിലും ഏകദേശം കുഴപ്പമില്ലാത്ത എല്ലാ നല്ല ജീൻസുകളിലും 899 ഉള്ള ജീൻസുകളിന് വരെ 499 വരെയാണ് അവരാക്കിയിരിക്കുന്നത്. പക്ഷേ വൈ ഡോണ്ട് ഗേൾസ് ഹാവ് ഓൾ ദ ഫൺ? സോറി അത് വൈ ഡോണ്ട് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ? ബോയ്സിന് മാത്രം എന്തിനാ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്? ഗേൾസിന് എന്തുകൊണ്ട് തന്നില്ല? ഗേൾസിൻ്റെ എല്ലാ ജീൻസിനും 499. എനിക്ക് ഞാൻ ഇനി ഞാൻ ആ പാടെ എടപ്പള്ളിയിൽ അടുത്തുള്ള സ്റ്റുഡിയോയും പിന്നെ എടപ്പള്ളി ടോളിൻ്റെ അടുത്തുള്ളതും പിന്നെ ഒബ്രോൺ മോളിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റുഡിയോയും മാത്രം ഞാൻ പോയിട്ടുള്ളൂ. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് അവിടെ രണ്ടിടത്ത് ഞാൻ പോയപ്പോഴത്തേക്കും ഷൂസിനായാൽ കൂടി 899 ഉള്ള ഷൂസ് ബോയ്സിന് 499 ഉള്ളൂ. പക്ഷെ ഗേൾസിൻ്റെ വന്നപ്പോഴത്തേക്ക് 899 തന്നാണ് വരുന്നത്. എനിക്കത് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ കളക്ഷൻസ് കുറവാണ്. പിന്നെ വേറെ എല്ലായിടത്തും ഉണ്ടെന്ന് മാക്സിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. മാക്സിൽ പക്ഷെ പോകണം ഒരു ദിവസം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അറിയിക്കാം, പോയിട്ട് ഞാൻ നോക്കാം. ഇതപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് ലാഗാക്കിയെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ചെലച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും വഴിക്ക് പോകും. പക്ഷെ ഇത്രയും നേരം കണ്ട് എന്നെ സഹിച്ചും ഇരുന്നവർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഇനിയും വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് അവിടുന്ന് തന്ന ഒരു ലിസ്റ്റ്, സ്കിൻ ക്ലിനിക്കിന് തന്നൊരു ലിസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു 10,000 രൂപ സാധനമുണ്ട്. പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല. ആ പടം ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഷാമ്പു മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ. സോ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ്, പിന്നെ എന്നെ ഫോളോ ചെയ്യുക. വിത്ത് ഓൾ ലവ്, ബൈ ബൈ.